ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ആണ്. ഞാൻ നിങ്ങളെയും കാണാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ വലിയൊരു വലിയൊരു ലൈഫ് അപ്ഡേറ്റ്സ് ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ലൈഫ് അപ്ഡേറ്റ് വീഡിയോ. ഇതിന് മാത്രം ബിൽഡപ്പ് കൊടുക്കാൻ അത്രമാത്രം വലിയ ഡിസിഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കേൾക്കുന്ന പലർക്കും അല്ലായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിസിഷനാണ് എടുത്തത്. എൻ്റെ ലൈഫിലുണ്ടല്ലോ എന്നെ ബാധിക്കുന്നതായിട്ടുള്ള മേജർ ഡിസിഷൻസ് എല്ലാം ഞാൻ തന്നെ എടുത്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കും, പക്ഷേ തീരുമാനം അവസാനം എൻ്റെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് എല്ലാം. ദൈവം സഹായിച്ച് ഇതുവരെ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. സോ ഈ ഡിസിഷനും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. ഞാനിങ്ങനെ വലിയ ലാഗ് അടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ 12.5 വർഷത്തെ കോർപ്പറേറ്റ് ജീവിതം അവസാനിപ്പിച്ചു. അതായത് എന്താ പറയുക, പലർക്കും അറിയാമായിരിക്കാം, ഞാനൊരു HR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവസാനം വർക്ക് ചെയ്ത ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഞാൻ അവസാനം വർക്ക് ചെയ്ത ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് HR മാനേജറായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത് 20 മെയ് 2013 ഞാൻ എൻ്റെ കോളേജ് അവസാനിപ്പിച്ച് എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഒരു 1 വീക്ക് മാത്രമേ ഞാൻ വീട്ടിലിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ജോലിക്ക് കയറി. ഞാൻ ആകെ ഈ ഒരു 12.5 വർഷത്തിൽ എടുത്തിരിക്കുന്ന ഒരു ബ്രേക്ക്, ഒരു 2 ദിവസത്തിൽ കൂടുതൽ ലീവായിട്ടോ ബ്രേക്കായിട്ടോ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് 2 മെറ്റേണിറ്റി ലീവ്സാണ്. ചിക്കൂനും ചെറിൻ്റെ അനുബന്ധിച്ച് നമ്മൾ എല്ലാവർക്കും എടുക്കുന്ന 6 months മെറ്റേണിറ്റി ലീവ്സാണ്. അതല്ലാതെ ഞാൻ നല്ല കുട്ടിയായിട്ട് ജോലിക്കൊക്കെ പോയി നല്ല അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. സോ ഈ ഡിസിഷൻ എടുക്കാനുള്ളൊരു കാരണം, ഇത് ശരിക്കും എൻ്റെ ലൈഫിലൊരു വലിയ ഡിസിഷനാണ്. വലിയ ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 19ാമത്തെ വയസ്സ് തൊട്ട് സ്വന്തമായിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയ ഒരാളാണ്. ഇന്നെനിക്ക് 31 വയസ്സുണ്ട്. എൻ്റെ ബർത്ത്ഡേ വരുന്നത് ജനുവരി 20 കേട്ടോ. അതായത് 2-3 ദിവസം കൂടി ഉള്ളൂ. പക്ഷേ അതുവരെ ഞാൻ പറയും എനിക്ക് 31 വയസ്സാണ്. അപ്പോൾ വേർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴോ ഒരു സമയത്ത് ഞാനിങ്ങനെ രഞ്ജുനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 10-12 വർഷമേ പണിയെടുക്കത്തുള്ളൂ, ഒരു HR മാനേജർ ഡെസിഗ്നേഷനിലായിരിക്കും ഞാൻ എൻ്റെ ജോലി വിടാൻ പോകുന്നതെന്ന്. അന്നത് പറയുമ്പം 10 വർഷം കൊണ്ട് ഞാനിപ്പോൾ HR മാനേജർ ആകുമോ എന്നെനിക്കറിയില്ല. പിന്നെ HR മാനേജറായിട്ടും ഞാൻ ജോലി വിടുമോ, അല്ലെങ്കിൽ അതിന് മുമ്പേ ഞാൻ ജോലി വിടുമോ, ഇല്ല എനിക്ക് കുറച്ചുകൂടെ മുമ്പോട്ടുള്ള പൊസിഷൻസിൽ പോകണമെന്ന് ആ സമയത്ത് ആഗ്രഹം ഉണ്ടോ, ഇതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതെ വെറുതെ പറഞ്ഞൊരു വാക്കാണ് 10-ഓ 12-ഓ. അതേപോലെ തന്നെ കറക്റ്റ് 12 വർഷമായപ്പോൾ HR മാനേജർ എന്ന് പറയുന്നൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് അവസാനിപ്പിച്ചു. അതായത് 2025 ഡിസംബർ അവസാനം ആയിരുന്നു എൻ്റെ 31-ാം തീയതി എൻ്റെ അവസാനത്തെ വർക്കിംഗ് ഡേയും അന്നായിരുന്നു. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന് ആ ഡിസംബർ 31-ന് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഇന്നിപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ ആയി. അപ്പം ക്ലാരിറ്റി ഉണ്ടായേ പറ്റുള്ളൂ, കാരണം നമുക്ക് മാസം അവസാനം അരി വാങ്ങണം. അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടായേ പറ്റൂ. അപ്പം ഇന്നെനിക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിലൊക്കെ കുറച്ചൊക്കെ വ്യക്തതയുണ്ട്. ബട്ട് ദെൻ അന്ന് എനിക്കതില്ലായിരുന്നു. ഇനി ജോലി വിടാനുണ്ടായ കാരണം, നിങ്ങൾ വിചാരിക്കും ജോലി ഭയങ്കര സ്ട്രെസ്സായിരുന്നോ, ആ ഒരു വർക്ക് അന്തരീക്ഷം മോശമായിരുന്നു. ഇല്ല, എൻ്റെ മാനേജർ ഞാൻ എൻ്റെ CEO-യ്ക്ക് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം പലരും ജോലി വിടുന്നതിൻ്റെ പല കാരണങ്ങളും നമ്മുടെ ടീംമേറ്റ്സോ മാനേജറൊക്കെ ശരിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നോ, ഇല്ലെങ്കിൽ ദൂരം കൂടുതലായിരുന്നോ, പല കാരണങ്ങളുണ്ടാവും. പക്ഷെ എൻ്റെ എല്ലാത്തിനുള്ള ഉത്തരം ഒന്നുമല്ല, ഈ പറഞ്ഞതൊന്നുമല്ല. ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത ആൾക്ക് 7 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സ്. അപ്പം ഈ 2 ചെറിയ കുട്ടികളുള്ളൊരു ആൾക്ക് എന്തുകൊണ്ടും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് പലർക്കും പല ജീവിത സാഹചര്യങ്ങളാണ്. എൻ്റെ കാര്യത്തിൽ എനിക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. വർക്ക് ഫ്രം ഹോമാണ് പെർമനൻ്റ് ആയിട്ട്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് എൻ്റെ ജോലി സമയം എന്ന് പറയുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എനിക്ക് പകലൊരു 2 മണി വരെ ഞാൻ ഫ്രീ ആണ്. ഫ്രീ ഇൻ ദ സെൻസ്, എനിക്ക് എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ ആയിക്കോട്ടെ, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലയൻസിന് എടുക്കാനും ഒക്കെ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ചെയ്യാമായിരുന്നു. പിന്നെ 2 മണി തൊട്ട് ഞാൻ എൻ്റെ ജോലിക്ക് കയറി 11 മണി വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ 11 മണി വരെ എന്ന് പറയുന്നത് അത്ര വലിയൊരു ലേറ്റായ ഒരു സമയമൊന്നുമല്ല. കാരണം ഞാൻ മിക്ക ദിവസം കിടന്നുറങ്ങുന്നത് 12 മണിക്കായിരിക്കും. അപ്പം 11 മണി വരെ വർക്ക് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. സോ പിന്നെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഇതിനെ കഴിഞ്ഞും അടിപൊളിയായിട്ടുള്ളൊരു ജോലി ഇനി കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
ഇല്ലായിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ജോലി ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതിനെ കഴിഞ്ഞും നല്ലോണം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. അതായത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഡിപ്രഷൻ്റെ പലതരത്തിലുള്ള ഭാവങ്ങൾ, രീതികൾ, പല ടൈപ്പ് ഓഫ് ഡിപ്രഷൻസ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആദ്യമൊന്നും മെഡിസിൻസ് ഉണ്ടായിരുന്നില്ല, പിന്നീട് എനിക്ക് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളിങ്ങനെ ചിലരുടെ ലൈഫ് കാണുമ്പോൾ പറയാറില്ലേ, ഓ അവർക്കൊക്കെ എന്ത് സുഖം. ഞാൻ എങ്ങനെ ചിന്തിക്കാമെന്നറിയോ, എൻ്റെ ഒരു ജീവിതത്തിനെ ഞാൻ എങ്ങനെ കാണുമെന്നറിയോ, പലരും സ്വപ്നം കാണുന്ന ജീവിതമായിരിക്കാം എൻ്റേത് എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ലൈഫിനെ കാണുക. അപ്പം അത്രയധികം വാല്യൂ ഞാൻ അതിന് കൊടുക്കുന്നത്, എനിക്കുള്ള എല്ലാത്തിനും ഞാൻ അത്രയധികം വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കാരണം ചിലപ്പോൾ എനിക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് ആവശ്യത്തിനുണ്ട്, പിന്നെ ഒരു പ്രശ്നമില്ലാത്തൊരു വീട്, ഇങ്ങനത്തെ ആൾക്കാരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അതുപോലും ഇല്ലാത്ത ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അവർ സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിനെ കുറിച്ച് അങ്ങനെ പറയാം. അപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം കാര്യങ്ങൾ അങ്ങനെയായിരിക്കാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നും അല്ല. അതായത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം പോയാലുണ്ടല്ലോ തിരിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സമയത്ത് പറയായിരുന്നു, എനിക്ക് ലക്ഷറി എന്ന് തോന്നുന്നത്, എൻ്റെ ലൈഫിൽ എനിക്ക് ലക്ഷറി എന്ന് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങുക, ഒരു സങ്കടവും ഇല്ല, ബെഡിലേക്ക് പോകുമ്പോൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കിടക്കാൻ പറ്റുക, രാവിലെ ഉണരുമ്പോൾ സന്തോഷത്തോടു കൂടി ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല, സന്തോഷമായിട്ട് സമാധാനമായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടൊന്ന് എണീക്കാൻ പറ്റുക. ഇതാണ് എൻ്റെ ലൈഫിൽ ലക്ഷറി എന്ന് കുറച്ചധികം നാളായിട്ട് ഞാൻ കരുതിക്കൊണ്ടിരുന്ന ഒരു കാര്യം. ഇത് മാത്രം, വേറെ ഒന്നുമല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ട്രഗിൾ എത്രത്തോളം ആയിരിക്കുമെന്ന്. ഇതെത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ എത്രത്തോളം ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. കാരണം പലർക്കും വിചാരിക്കാം ഇതേപോലത്തെ ഒരു ജോലി, ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ചൈൽഡ്ഹുഡിലൊക്കെ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, അതായത് സ്ട്രഗിൾ ഇൻ ദ സെൻസ് നിങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു സമയത്ത് ഞാനൊക്കെ അങ്ങനെ ശമ്പളം വാങ്ങുമെന്ന് സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാതിരുന്ന ഒരു എമൗണ്ട് വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. ആ എമൗണ്ട് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ മേളിലും ജഡ്ജ്മെൻ്റ് ഉണ്ടാവും, ഓ ഇത്രേ ഉള്ളോ, ഇതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരം, ഇല്ലെങ്കിൽ ഓ ഇത്രയും വാങ്ങിയിട്ടാണോ ഈ ജോലി വിട്ടെ എന്നുള്ള രീതി. അപ്പോൾ ഈ രണ്ടാണേലും എനിക്ക് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ആ നമ്പേഴ്സ് പറയാതിരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു നമ്പറൊക്കെ സ്വപ്നം കാണാൻ പേടി, ആ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത നമ്പേഴ്സ് പറയില്ല, ആ നമ്പറിൽ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ്, ലൈഫൊക്കെ വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സമാധാനം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലെങ്കിൽ എനിക്ക് ഈ നമ്മൾ ആ മറ്റേ സിനിമയില്ലേ, ഏതാ പറയുക, കുമ്പളങ്ങി നൈറ്റ്സിൽ സൗബിൻ പറയില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, എൻ്റെ കിളി പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ, ആ അവസ്ഥ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഐ നീഡ് എ ബ്രേക്ക്. അങ്ങനെ തോന്നിയപ്പം ഞാൻ പിന്നെ മെഡിസിൻസ് ഒക്കെ എടുത്തു തുടങ്ങി. പിന്നെ എനിക്ക് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് പാനിക് അറ്റാക്ക്, ബ്രീതിങ് ഇഷ്യൂസ്, കാണുന്നൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു പീക്ക് കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾ എങ്ങനെ ജോലികൾ തീർക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ മനസ്സിലാക്കുന്നവരാണ്, ടച്ച് വുഡ്. അതൊക്കെ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. എൻ്റെ ചുറ്റുമുള്ളവരും എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ നന്നായി മനസ്സിലാക്കുന്നവരാണ്. പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് എനിക്ക് തരുന്ന ജോലികൾ അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലികൾ എനിക്ക് അതേ സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെയായി, എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇതധികം അങ്ങോട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായി. ഞാൻ ചെയ്യുന്ന ജോലിനെയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കമ്പനീനെയോ അത് ബാധിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു ബ്രേക്ക് വേണം. ഞാൻ നേരിട്ട് എൻ്റെ സിഇഒനോട് സംസാരിച്ചു. ഞാൻ സിഇഒയ്ക്ക് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ സിഇഒനോട് സംസാരിച്ചു, ശരിയാവും തോന്നില്ല, എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തു. അത്രയ്ക്ക് ഇൻ ദ സെൻസ്, ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞു പോകുന്ന ഒരു എംപ്ലോയിക്ക് എനിക്ക് ഒരു മാസത്തെ ബ്രേക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു 2-3 മാസം ബ്രേക്ക് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു മാസം എങ്ങനെ പോകുന്നു നോക്കാം എന്നും പറഞ്ഞാണ് ഒരു ബ്രേക്ക് എടുത്തത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസംബർ ഫുൾ മന്ത് ഞാൻ ജോലി ചെയ്തിട്ടില്ല, ഞാൻ ലീവിലായിരുന്നു, അതായത് ഒരു ബ്രേക്ക് എടുത്തിരിക്കുമായിരുന്നു. സോ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, വേണ്ട ബ്രേക്ക് എടുത്തോളൂ,
തിരിച്ച് വരണം, ഞാൻ റെഡിയാണെന്ന് തോന്നുമ്പോൾ തിരിച്ചു വന്നാൽ മതി. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എത്ര കമ്പനീസ് ഓഫർ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇങ്ങനെ ഇത്രയധികം ലീവ് കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ മെറ്റേണിറ്റി ലീവ്സ് ഒക്കെ നമുക്ക് 6 മാസം കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി നമ്മൾ ബെഡ് റിഡൺ ആയി അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ലീവ്സ് കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സീരിയസ് നമ്മൾ ഫിസിക്കലി ഒന്നും നമുക്ക് പറ്റാണ്ടാവുന്ന സമയത്താണ് നമ്മൾ അത്രയധികം ലോങ് ലീവ്സ് ഒക്കെ കൊടുക്കാം. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു എത്ര നാൾ വേണമെങ്കിലും ലീവ് എടുത്തോളൂ, പക്ഷേ കം ബാക്ക് സ്ട്രോങ്ങർ എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ഡിസംബർ 31 വരെ ഞാൻ ലീവ് അപ്ലൈ ചെയ്തു. എൻ്റെ ലീവ് അന്ന് തന്നെ അപ്രൂവ് ആയി കിട്ടി. ആൻഡ് ആ ഒരു മാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ അറിയാം, ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, ലോങ് വീഡിയോസൊക്കെ. അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് കൂടുമ്പോഴാണ് ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. സോ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ ന്യൂട്രീഷൻ കൺസൾട്ടേഷൻ ഏത് മാസം എടുക്കുന്നതിലും കൂടുതൽ ഞാൻ ഡിസംബറിലെടുത്തു. ഞാൻ ഒത്തിരി ഫ്രീ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ രഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് മ്യൂച്വലാണ് കേട്ടോ. എനിക്ക് കുറച്ച് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഇല്ല, രഞ്ജുവിന് കുറച്ച് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെയില്ല. ഞങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ചുറ്റും തന്നെ ഉള്ളത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അനു എന്ന് പറഞ്ഞിട്ട്. അനു മാത്രമാണ് നാട്ടിലുള്ളത്. അതല്ലാതെ ബാക്കിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും നമ്മളിപ്പോൾ ഉള്ള ഈ ബാംഗ്ലൂർ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളവരാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അവരോടെയൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഭയങ്കര ലൈറ്റായിട്ട് ഇരുന്നൊരു സമയമായിരുന്നു ഡിസംബർ എന്ന് പറയുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കുട്ടികളോടൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻസും എൻ്റെ ഒരു റിയാക്ഷനും കണ്ടിട്ടുള്ളത് രഞ്ജു മാത്രമാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് രഞ്ജുവിൻ്റെ പാരൻസിൻ്റെയും കൂടെയാണ്. അപ്പോൾ അവർ ഒരുപാട് കാണാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. 1-2 പ്രാവശ്യമേ ഇതിൻ്റെ ഒരു ഡെപ്ത് അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതായത് അവരൊക്കെ എക്സ്ട്രീംലി സപ്പോർട്ടീവാണ് കേട്ടോ. ആരും എനിക്ക് ഒന്നും ബ്ലെയിം ചെയ്യാനില്ല, എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ പക്ഷേ കുട്ടികൾ, ഇവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര നിർബന്ധമായിരുന്നു, ഇവരിതൊന്നും കാണാൻ പാടില്ല. കാരണം ഞാൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ല. ആ സമയത്ത് ഒന്നും എൻ്റെ കൺട്രോളിലല്ല. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടികളോട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരാളാണ്. അതായത് ജോലിക്ക് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സമയത്ത് ന്യൂട്രീഷൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ എൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷൻ, അത് കഴിഞ്ഞ് കഴിയുമ്പം ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഈ റൂമിലാണ് ഇതാണ് എൻ്റെ വർക്കിംഗ് സ്പേസ്. ഈ ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി 11 മണിക്ക് തുറക്കത്തുള്ളൂ. ചില ദിവസം ഞാൻ 11 മണിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തൊരു 11-11:30 ആകുമ്പോൾ നോക്കുമ്പം കട്ടിലിൽ ഇവർ 3 പേരും കിടന്ന് ഉറങ്ങായിരിക്കും. രഞ്ജും 2 കുട്ടികളും ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ അവരുടെ ഒച്ച എനിക്ക് പുറത്തുനിന്ന് കേൾക്കാം. അവരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് അറിയാമെന്നല്ലാതെ ഞാൻ അവരന്നത്തെ പിന്നെ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ എത്ര ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഡിസംബർ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ ഒരുപാട് സമയമൊക്കെ അവരോട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ നല്ലൊരു സമയമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് 31 ഇത് കഴിഞ്ഞ് ജനുവരി 1 തൊട്ട് നമ്മൾ റീജോയിൻ ചെയ്യണമല്ലോ. ജോലീൻ്റെ എടുത്ത ലീവ്സ് കഴിഞ്ഞു, നമ്മൾ കയറണം. ഒരു 30 വരെയൊക്കെ ഞാൻ ഓക്കെ ആയിരുന്നു. ഒരു 30 തൊട്ട് പയ്യെ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി, ഓക്കെ എനിക്ക് ജോലിക്ക് കയറാൻ സമയമായി, എൻ്റെ ബാക്ക് ടു റുട്ടീൻ എനിക്ക് പോകാൻ സമയമായി എന്നുള്ളൊരു ഹിൻഡ് തരാൻ തുടങ്ങിയപ്പം ഡിസംബറിൽ അതുവരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. എൻ്റെ മൂഡ് പയ്യെ മാറാൻ തുടങ്ങി. പിന്നെ ശ്വാസം മുട്ടാൻ തുടങ്ങി, പതിയെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ പലതും കണ്ടപ്പോഴേ രഞ്ജുവിനും കാര്യം മനസ്സിലായി, എനിക്കും മനസ്സിലായി. അങ്ങനെ 30 കഴിഞ്ഞു, 31 കഴിഞ്ഞു, ന്യൂ ഇയർ ആയി. ന്യൂ ഇയറിൻ്റെ അന്ന് ലീവില്ല. അപ്പം വർക്കിംഗ് ഡേയാണ്. അപ്പം ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ കയറണം. ന്യൂ ഇയറിൻ്റെ അന്ന് രാവിലെ തൊട്ട് ടെൻഷൻ ഇരിക്കാൻ തുടങ്ങി. 1 ഉച്ച 2 മണിയായപ്പം ലോഗിൻ ചെയ്യേണ്ട സമയമായി. ഞാൻ ലോഗിൻ ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്, ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക, എന്താ ചെയ്യേണ്ട അടുത്ത് ഉള്ള രീതിയിൽ. അന്നത്തെ ദിവസം മൊത്തം പോയി. രാത്രി 8 മണിയൊക്കെ ആയപ്പം രഞ്ജു എന്നോട് ചോദിച്ചു, നീ എന്നാൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എനിക്ക് കയറാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഒച്ച കേൾക്കുന്നുണ്ടോ? ചെറിയ തകർത്തോണ്ടിരിക്കുക അവിടെ. കാര്യം പറയാൻ പറഞ്ഞു. പക്ഷേ അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ടായ സംഭവം ഞാൻ പറയുന്നത് മാത്രമാണ് കേട്ടോ. എനിക്ക് ഒന്ന് കയറി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു ഫ്രഷറോ ഒരു ജൂനിയർ ലെവലിലുള്ള ഒരു എംപ്ലോയി അല്ല. ഞാൻ അത്യാവശ്യം നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇത്രയധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യേണ്ടത്, അല്ലേ? എന്തുണ്ടെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? ആരും എന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. എനിക്കിന്ന് ജോലിക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഓക്കെ. എല്ലാവരും മനസ്സിലാക്കുന്നവരാണ്. ഇത്രയധികം അവർ ഫ്ലെക്സിബിളായിട്ട് നിൽക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും മനസ്സിലാക്കും. പക്ഷേ കയറി പറയാൻ എനിക്ക് പറ്റില്ല. 1 ഞാൻ ഒരു അപ്ഡേറ്റും ഉണ്ടായില്ല. പിന്നെ അവരും എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റീസൺ കൊണ്ട്, ഞാൻ ഇച്ചിരി മെൻ്റലി ബ്ലോക്കേജ് ഉണ്ടായതുകൊണ്ട് ബ്രേക്ക് എടുത്താണല്ലോ. സോ അവരൊരു ദിവസം വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ആയപ്പം എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു,
എന്താ അശ്വതി ഓക്കെ ആണോ, ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതി, അതോ ലീവ്സ് എക്സ്റ്റെൻഡ് ചെയ്യണോ എന്നുള്ള രീതി തന്നെ അവർ ചോദിച്ചത്. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഇരുന്ന് ചിന്തിച്ച് ഞാൻ തീരുമാനിച്ചു എനിക്കിനി വർക്കിന് കയറാൻ പറ്റില്ല. കാരണം ഈ ഡിസംബറിന് മുമ്പ് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് 4-5 മാസമായിട്ടും എല്ലാ ദിവസവും എനിക്ക് ജോലിക്ക് കയറുന്നതിന് മുമ്പ് ചെറുതായിട്ട് ടെൻഷനും പെട്ടെന്ന് വേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഏത് സ്റ്റേജിലെത്തിയെന്ന് വെച്ചാൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ വയ്യ. ഒരു ഉത്തരവാദിത്തം എനിക്ക് എടുക്കാൻ വയ്യ. അതായത് ഒരാളിപ്പോൾ അത് ജോലീൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, പേഴ്സണലായിട്ട് പോലും ഈ കാര്യം നീ ചെയ്യ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ടൈം ലൈൻ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊക്കെ ഇത് വളരെ സില്ലി ആയിട്ട് തോന്നുമോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് അതേപോലെ മനസ്സിലാവുമോ അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് ലൈറ്റായിട്ടാണോ പറയുന്നത്, എന്തോ എനിക്ക് മനസ്സിലുള്ള ഞാൻ പറയാം കേട്ടോ. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ മറ്റൊരാൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അത് അഹങ്കാരമല്ല, അതിപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അല്ലെങ്കിൽ ഒരു ടൈം ലൈനിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് പ്രശ്നങ്ങളായി തുടങ്ങി. സോ ഫൈനലി ഞാൻ റിയലൈസ് ചെയ്തു ഈ ഡിസംബർ ഫുള്ള് ഞാൻ ഹാപ്പി ആയിട്ടിരുന്നു, ഞാൻ വളരെ സന്തോഷമായിട്ടിരുന്നു. പക്ഷേ ഈ ജോലിക്ക് കയറുന്ന പ്രശ്നം വരുമ്പം എനിക്ക് വീണ്ടും ഇതായി തുടങ്ങി എന്നുള്ളത്. കാരണം ആദ്യമൊന്നും ഞാൻ മെഡിസിൻ എടുക്കുന്നില്ലായിരുന്നു, പിന്നെ ഞാൻ തെറാപ്പി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റിനെ കണ്ടു, അവസാനം സൈക്കാട്രിസ്റ്റിനെ കണ്ടു, പിന്നെ ഞാൻ മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അവസ്ഥ, എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ദിവസം കഴിയുന്തോറും മോശമായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ തന്നെ ഉള്ളിലിരുന്ന് ചിന്തിച്ചു എനിക്ക് എന്താണ് പ്രയോറിറ്റി, എന്താണ് എൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മനസ്സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് എന്തുകൊണ്ട് ജോലി വിട്ടു എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്കൊരു ഉത്തരവില്ല. ഞാൻ സ്ട്രെസ്ഡോ വർക്ക് പ്രഷറോ ഒന്നുമല്ല. പക്ഷേ ഇതാണ് എനിക്ക് എൻ്റെ മൈൻഡ് അലൈൻ ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഓക്കെ ഫൈൻ വിടാമെന്ന് തീരുമാനിച്ചു. ഞാൻ രഞ്ജുനുമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തു എങ്ങനെയുണ്ടെന്ന്. ഉറപ്പായിട്ടും രഞ്ജു അതിന് വേണ്ട നമുക്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ എന്നൊന്നും ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കാണുന്നതാണ്, ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്നത് ആൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് ഈ കാര്യം ഒരു 6 മാസം മുമ്പ് പറഞ്ഞാണ് നീ ജോലി വിടുക, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത്. പക്ഷേ ഞാനാണ് അത് വീണ്ടും പുഷ് ചെയ്ത് അവിടെ വരെ കൊണ്ടെത്തിച്ചത്. സോ ഞാൻ ആളോട് പറഞ്ഞപ്പം ഒരു സഡൻ യെസ്, ഒന്നും ചിന്തിക്കേണ്ട, സംസാരിക്കുക, ജോലി വിട്ടോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് പക്ഷേ എനിക്ക് ആ ഒരു ഫലം മാത്രം പോരായിരുന്നു. കാരണം രഞ്ജു എൻ്റെ പാർട്ട്ണറാണ്, ആൾ എൻ്റെ സ്ട്രഗിൾ മൊത്തം കാണുന്നതാണ്. അപ്പോൾ ആൾ എന്തുകൊണ്ടും ഇതിപ്പോൾ എന്ത് വലിയ റീസൺ ആണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. എൻ്റെ സ്ട്രഗിൾ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് സപ്പോർട്ടീവായിട്ടേ സംസാരിക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു പുറത്തുനിന്നുള്ള ഒരാളുടെ ഒപ്പീനിയൻ വേണമായിരുന്നു. അങ്ങനെ എൻ്റെ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, അപ്പം അവരോടൊക്കെ സംസാരിച്ചു. അപ്പം എല്ലാവരും അതിൻ്റെ നല്ല വശം ചീത്ത വശം ഒരു 360 ഡിഗ്രി അനാലിസിസ് എല്ലാം നടത്തി. കുറേ കോൾസും കുറേ മെസ്സേജസും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നു. അപ്പോൾ എല്ലാവരും കൂടെ എടുത്തൊരു അവസാനം വന്നൊരു ഉത്തരം എന്ന് പറയുന്നത് റിസൈൻ ചെയ്തോളൂ, പിന്നെ ബാക്കി നമുക്ക് തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിലായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ ഓഫീസിൽ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് 2 മാസമുണ്ട്. അടുത്ത 2 മാസത്തേക്ക് ഞാൻ അതിൻ്റെ അർത്ഥം ജോലിയായിട്ട് ചെയ്യണം. അതിനെനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ലാണ്ടായി എന്ന് പറഞ്ഞു. അവരത് മനസ്സിലാക്കി. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് റിലീവ് വന്നു. അപ്പം അതൊക്കെ ഒരു വലിയ, എത്ര നന്ദി പറഞ്ഞാലും നന്ദിയൊന്നും പറഞ്ഞാൽ പോരാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ജോലി വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എന്തായിരിക്കണം, അടുത്തൊരു ജോലിക്ക് പോകണോ, കാരണം വേറൊരു ജോലി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ആൾക്കാർ, പുതിയൊരു ടീം, പുതിയൊരു ഓഫീസ്, മേ ബി ഞാൻ വീട്ടിലിരുന്ന് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ടാണോ, ഞാൻ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പം ആൾക്കാരെയൊക്കെ കണ്ട് ആ ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ ഞാൻ ബെറ്റർ ആവുമോ, ആ രീതിക്കൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഉത്തരം ഇല്ല, നടക്കത്തില്ല. ഇനി എന്നെക്കൊണ്ട് ഒരു ഉത്തരവാദിത്വം, ഒരു ചെറിയ ടാസ്ക് പോലും എന്നെക്കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മെൻ്റൽ ഹെൽത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ഞാനിപ്പം കോണ്ടൻറ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചു. അതാണ് വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന കാര്യത്തിന് മെയിനായിട്ട് അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ നമുക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, പക്ഷേ യൂട്യൂബിൽ അറിയാൻ സാധ്യതയില്ല. വൈഡൂര്യ ബൈ അശ്വതി ആൻഡ് രജിത്ത് എന്ന് പറയുന്നൊരു ഓൺലൈൻ ജ്വല്ലറി ബ്രാൻഡുണ്ട്. അപ്പം നമ്മൾ പ്രീമിയം കളക്ഷൻ ഓഫ് ജ്വല്ലറീസ് അറ്റ് അഫോർഡബിൾ പ്രൈസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തുടങ്ങിയതാണ്. അതും ഇതേപോലെ ഒരുപാട് ചിന്തിച്ച് ഒത്തിരി ശ്രദ്ധിച്ച് തുടങ്ങിയൊരു കാര്യമാണ്. സോ അത് ദൈവം സഹായിച്ചത് സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. സോ
ഇതല്ലാതെ ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റാണ്. അപ്പം ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വൺ ടൈം ക്ലയൻറ്റ് ഉണ്ട്, വീക്ക്ലി ക്ലയൻസ് ഉണ്ട്, ഇല്ല മന്ത്ലി ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. അപ്പം ഞാൻ ഇത് മൂന്നും കൂടെയാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ തന്നെയാണ് എൻ്റെ മുതലാളിയും തൊഴിലാളിയും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേസിനനുസരിച്ച് എൻ്റെ ഒരു എനിക്കിപ്പോൾ സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, നല്ല രീതിയിൽ പോകും, അതൊക്കെ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ട് അതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ തന്നെ മുതലാളി, ഞാൻ തന്നെ തൊഴിലാളി എന്നുള്ളൊരു സംഭവം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസിക ആരോഗ്യം വെച്ച് അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ വേണ്ട പോകുന്നത്രയും പോട്ടെ, 2 കുട്ടികളുണ്ട്, പാരൻസ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. പിന്നെ രഞ്ജു ICICI ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആൾ റീസെൻ്റ്ലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതുകൊണ്ട് ആളും ജോലി വിട്ടിരിക്കുകയാണ്. അപ്പം ആ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എത്താനൊക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു വർഷമൊക്കെ സമയം സുഖമായിട്ട് എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു സിറ്റുവേഷനിൽ ഞാനും കൂടെ ജോലി വിടുക എന്നൊക്കെ പറയുന്നത്, അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാകീരെ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരുമെന്നാണ്. സോ ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് വിചാരിച്ചു. അതായത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ HR പ്രൊഫഷൻ എനിക്ക് അതേപോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സുഖം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. കഷ്ടപ്പെട്ട പൈസയൊക്കെ തന്നെ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും. അപ്പം ഇപ്പം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനാണ്. ഇനിയിപ്പോൾ ജോലി വിട്ട് ഇത്രയും ദിവസം ആയല്ലോ, ഒരു 10-15 ദിവസം കഴിഞ്ഞല്ലോ. സോ ഇതുവരെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു. ഞാൻ സന്തോഷമായിട്ട് ഉറങ്ങുന്നു, സന്തോഷമായിട്ട് എണീക്കുന്നു. ഇങ്ങനെയൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടൊക്കെ, ഇങ്ങനെയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ തീരുമാനം ഓരോ ദിവസവും എനിക്ക് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറ്റപ്പെടല്ല, എന്താ കുറ്റബോധം തോന്നുന്ന അങ്ങനെ ഞാൻ ചെയ്യാറില്ല. സോ പക്ഷേ ചെയ്യാറില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എനിക്ക് ഞാൻ എടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ദിവസങ്ങളുമായിരുന്നു. എനിക്കറിയാം ഈ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ആദ്യത്തെ 1-2 വർഷം എന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. പിന്നെ എനിക്ക് എൻ്റെ കഴിവുകളിൽ വിശ്വാസമുണ്ട്. ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും ജോലി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിപ്പോൾ എന്ത് ജോലിയാണേലും അതൊക്കെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ മേലെ ഞാനൊരു ഡിസിഷൻ എടുത്തു. എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാനങ്ങനെ ഒരു 100% എക്സ്പോസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എങ്കിൽ പോലും മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ ഇത്രയൊരു വലിയ ഡിസിഷൻ വന്നപ്പം അതും നിങ്ങൾ അറിയിക്കണം എന്നെനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ എടുത്ത തീരുമാനത്തിനോട്, എന്തായാലും തീരുമാനം എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതും കൂടെ ഞാനിപ്പോൾ ജോലി വിട്ട ഉടനെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ ബാക്ക് ടു നോർമൽ മെൻ്റൽ ഹെൽത്തിലേക്ക് വന്നു. അങ്ങനെയൊന്നുമല്ല, ഇപ്പോഴും മെഡിസിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ ഐ എം ഹാപ്പി, ഐ എം റിലാക്സ്ഡ്. അതാണ് ഹാപ്പിനെസ്സിനെ കഴിഞ്ഞും ഞാൻ റിലാക്സ്ഡ് ആണെന്ന് പറയുന്നത് ശരിക്കും കറക്റ്റായിട്ടൊരു വാക്കെന്ന് പറയുന്നത്. സോ ഇതുവരെ ഞാൻ പറഞ്ഞൊക്കെ എനിക്കറിയാം, ഞാൻ അത്യാവശ്യം ലാഗ് അടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ അങ്ങനെയാണ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയമാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനെക്കുറിച്ച് അതിൻ്റെ പോയിന്റ്സ് മാത്രം സംസാരിച്ചു പോകും. ഇങ്ങനെ ഒരു പേഴ്സണൽ കാര്യമൊക്കെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ച് നീട്ടി പറയാനുള്ളതൊക്കെ പറഞ്ഞ് അത്യാവശ്യം വെറുപ്പിക്കാറുണ്ട്. വെറുപ്പിച്ചോ? അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ, എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ സപ്പോർട്ടും ആ സ്നേഹവും തന്നെയാണ് ഞാൻ മുമ്പോട്ടും പ്രതീക്ഷിക്കുന്നത്. ആൻഡ് അത്രേ ഉള്ളൂ. ബൈ.